ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ രാജേഷ്, അവിടെ ഇപ്പോൾ ആളുകളെയൊക്കെ ഏത് രീതിയിൽ സമാധാനിപ്പിച്ച് മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള, ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്? നിലവിൽ അവിടെയുള്ള ഒരു സാഹചര്യം എന്താണ്? താങ്കൾ അവിടെയാണോ ഉള്ളത്? ഇപ്പോൾ ആ സ്ഥലത്താണോ ഉള്ളത്? ഞാനിപ്പോ സംഭവ സ്ഥലത്താണുള്ളത്. ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കാര്യകാരണങ്ങൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രായമായിട്ടുള്ളവരുടെ ബോഡിയാണ് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം അതിദാരുണമാണ്. ഇപ്പൊ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് പരിഹരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ഞങ്ങൾ. എന്തായാലും ഒരു ആന കാട്ടിൽ നിന്ന് ഉള്ളിലേക്ക് വന്നിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് ഒരു വലിയ ഇതിപ്പോൾ ഈ പ്രയാസമുണ്ട് ജനങ്ങൾക്ക്. ആക്രമണം ഉണ്ടായത് ഇവരുടെ ഒരു സ്ഥലത്ത്, അതായത് കാടിനോട് ചേർന്ന ഒരു സ്ഥലം ആണോ, അതോ ജനവാസ മേഖല തന്നെയാണോ ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണം ഉണ്ടായ ഒരു സ്ഥലം? മേഡം, ഇത് ആറളം പുനരധിവാസ മേഖലക്കകത്ത് ഇതൊരു വന അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഈ താമസക്കാരില്ല. ഇവർ ഈ കശുവണ്ടി സീസൺ ആകുമ്പോൾ കശുവണ്ടി പറിക്കാൻ വേണ്ടി ഇവിടെ വരും. പൊതുവേ കാടാണ്, താമസമില്ലാത്തതുകൊണ്ട് പൊതുവേ കാടാണ്. അപ്പോൾ കശുവണ്ടി ഈ ആന ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ ഇപ്പോൾ എല്ലാവരും ഈ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് മറ്റ് സ്ഥലത്ത് നിന്ന് ഇവിടെ കശുവണ്ടി വെക്കാൻ വേണ്ടി ആനയും ഈ കശുവണ്ടി കഴിക്കുന്ന മൃഗമാണ്. അങ്ങനെയാണ് ഇവര് ആക്രമണത്തിന് ഇരയാവുന്നത്. എന്തായാലും കാടിനുള്ളിൽ നിന്നല്ല, കാടിന് പുറത്തു നിന്നാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ജനങ്ങൾ അതിശക്തമായ പ്രതിഷേധത്തിലാണ്. എങ്കിലും ഈ ബോഡി ഇത്രയും താമസിച്ചിരിക്കുന്നു എന്നുള്ള പ്രയാസമുണ്ട്. കാരണം ഒരു വയോധികരുടെ ബോഡിയാണ്. അവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം ബോഡി ഇങ്ങനെ വെക്കുന്നത് ശരിയല്ല എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊരു തീരുമാനമെത്തും പ്രതീക്ഷയുള്ളത്. സബ് കളക്ടർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടോ? ഇപ്പൊ എത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ തന്നെ അവരുടെ ആവശ്യങ്ങൾ, പ്രധാനമായ ഒരുപാട് ആവശ്യങ്ങൾ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായും സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകും. കാരണം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരെയാണ് അവർക്ക് നഷ്ടമായത്. ഇതിപ്പോൾ ഈ ആറളം പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിൽ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിർബന്ധമായും ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്നത് ഇപ്പോൾ? പ്രധാനമായും പുനരധിവാസ മേഖലയിൽ ആനമത നിർമ്മാണം സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. പിന്നെ ആനേനെ ഓടിക്കാൻ ആറാട്ടിയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാം സജീവമായി രംഗത്തുണ്ടാവണമെന്നുകൂടി പറയുന്നുണ്ട്. കർഷകരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു പ്രശ്നം പൊതുവെ ഉണ്ട്. അത് പരിഹരിക്കണമെന്നുകൂടി നമ്മുടെ എല്ലാവരും ആവശ്യമാണത്. കർഷകരുടെ ഇവിടുത്തെ പുനരധിവാസ മേഖല എല്ലാവരുടെയും ആവശ്യമാണത്. സർക്കാർ നിരവധിയായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആന ഈ മതിൽ പൂർത്തിയാകുന്നതും വരെ പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായി സ്വീകരിക്കണം. ഇതിപ്പോ RRT ഓഫീസിന് തൊട്ടടുത്താണോ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായത്? അവിടെ ആ സമയത്ത് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇത് കുറച്ച് ഉള്ളിലാണ്. RRT ഇത് വിശാലമായ ഒരു ഏരിയയാണ്. പകുതി മേഖലക്കകത്ത് ആൾതാമസമില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. ഞാൻ പറഞ്ഞല്ലോ, കശുവണ്ടി സീസൺ ആകുമ്പോൾ കശുവണ്ടി കൊടുക്കുന്നതിന് വേണ്ടി ഇവർ ഈ നാട്ടിലേക്ക് എത്തും. അപ്പോ കുറെ ആൾ വരും, കുറെ ആൾ വരില്ല. വരുന്ന ആൾ പറമ്പ് തെളിക്കും, വരാത്ത ആൾ പറമ്പ് തെളിക്കൂല. അപ്പൊ അങ്ങനെയെല്ലാം കിടക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു വിശാലമായ ഒരു ഏരിയയാണ്, വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണിത്. ശരി, വളരെ നന്ദി ശ്രീ രാജേഷ്. ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷാണ് പ്രതികരിച്ചത്.